കർത്താവ് ഇങ്ങനെ ഒരു അവസരം നൽകിയതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നിങ്ങളെ എല്ലാവരെയും ഇങ്ങനെ കാണുവാൻ കർത്താവ് ഒരു അവസരം കൂടെ നൽകിയതിന് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 4 മാസം എൻ്റെ ജീവിതത്തിലെ കുറച്ച് വിഷമമുള്ള സമയമായിരുന്നെന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങളെല്ലാവരും വളരെ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. ദൈവം എന്നെ അനുഗ്രഹിച്ചു, എന്നോട് കരുണ കാണിച്ചു. ഇന്ന് നിങ്ങളെല്ലാവരെയും ഇങ്ങനെ കാണുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ സംസാരിക്കാനൊന്നും സാധിക്കത്തില്ലെങ്കിലും എന്നെ ശ്രവിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, ജെയിംസ് വില്യംസ് അങ്കിള്. ജെയിംസ് വില്യംസ് അങ്കിള് തൃശ്ശൂര് സിയോൻകുന്ന് സഭയുടെ മൂപ്പന്മാരിലൊന്നാണ്. എൻ്റെ സനീഷിൻ്റെയും ജീവിതത്തിൽ വലിയ ഒരു മൈൽ സ്റ്റോണിന് കാരണമായ ഒരു വ്യക്തിയാണ് ജെയിംസ് വില്യംസ്. അതുകൊണ്ട് ഞങ്ങളെ രണ്ടുപേരെയും ശ്രവിക്കുന്ന ജെയിംസ് വില്യംസ് അങ്കിളിനോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. അങ്കിളിന്റെ മുഖം ഇന്ന് കാണാൻ സാധിക്കുന്നില്ല, അങ്കിളിന് സംസാരിക്കാൻ സാധിക്കത്തില്ല. എന്നാൽ അങ്കിളിന്റെ പ്രസൻസ് അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വലിയൊരു പ്രോത്സാഹനമാണ്. मैं शुरू में थोड़ा सा इंट्रोडक्शन दे रहा था. मेरे स्वास्थ्य के बारे में आप सब लोग जानते हैं. प्रभु ने मुझे अच्छा स्वास्थ्य दिया, बल्कि सरप्राइजिंग स्वास्थ्य दिया, जो आप सब लोगों की प्रार्थना के कारण है. उसके अलावा मैं एक अंकल के बारे में बोल रहा था, जेम्स विलियम्स. आज वे अस्वस्थ हैं और इसलिए हम उनका चेहरा नहीं देख पा रहे, लेकिन मैंने ये बात कहा कि उनकी उपस्थिति ही मेरे और डॉक्टर सरीश चरियान के लिए बहुत अधिक प्रोत्साहन की बात है. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ന്യായവിധികളെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിലേറ്റവും അവസാനം ഞാൻ ഓർപ്പിച്ചത് രാഷ്ട്രങ്ങളുടെ ന്യായവിധി. സാധാരണ രാഷ്ട്രങ്ങളുടെ ന്യായവിധി എന്ന് കേട്ടാൽ അത് എന്തായിരിക്കും ഈ രാഷ്ട്രങ്ങളുടെ ന്യായവിധി എന്ന് മനസ്സിലാക്കാൻ പലപ്പോഴും കുറച്ച് വിഷമമുള്ള കാര്യമാണ്. എന്നാൽ തിരുവെഴുത്തിൽ നിന്ന് ഞാനത് നിങ്ങളുടെ മുൻപിൽ വെക്കുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. हम लोग पिछले कई महीनों से परमेश्वर ने मनुष्यों के बीच में कार्य जो किया उसको परमेश्वर ने ही कई युगों में बांटा था. उन युगों का अध्ययन कर रहे हैं, लेकिन युगों का अध्ययन करने से पहले कुछ बातों का अध्ययन करना जरूरी है, जिनका सीधा सीधा असर युगों के अध्ययन पर पड़ता है. जिसमें से एक है प्रभु के वचन में जो न्याय जो होगा उसके बारे में कहा गया है. इसमें जब एक पापी प्रभु के सूली के सामने जाके खड़ा होता है, वहां से लेकर बहुत सारी बातें हमने देखी. आज हम देखने जा रहे हैं राष्ट्रों का न्याय. രാഷ്ട്രങ്ങളുടെ ന്യായവിധി എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് എന്താണ് ഈ രാഷ്ട്രങ്ങളുടെ ന്യായവിധി എന്ന് പോലും ചോദിച്ചു പോകും. എന്നാൽ അതിൻ്റെ ഒരു പശ്ചാത്തലമായിട്ട് ദാനിയേൽ 5-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ വായിച്ചിരുന്നു. ദാനിയേൽ 5:21b 2-ാം ഭാഗം. राष्ट्रों का न्याय सुनने में बड़ा विचित्र लगता है, लेकिन होगा. और इसकी पृष्ठभूमि के रूप में मैंने पिछले हफ्ते दानियल की पुस्तक 5वें अध्याय के 21वें पद के सेकंड हाफ को पढ़ के सुनाया था. മലയാളം में है, മനുഷ്യരുടെ രാജത്വത്തിന്മേൽ അത്യുന്നതനായ ദൈവം വാഴുകയും തനിക്ക് ബോധിച്ചവനെ അതിനെ നിയമിക്കുകയും ചെയ്യുന്നു എന്ന് അവൻ അറിഞ്ഞവരെ അവന്റെ ദേഹം ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനഞ്ഞു എന്ന് അവൻ അറിഞ്ഞതുവരെ. यहाँ एक भविष्यवाणी बोली जा रही है. उस भविष्यवाणी में सबसे महत्वपूर्ण हिस्सा यह है कि मनुष्यों के ऊपर राज्य कौन करेगा, इसको परमेश्वर हैं जो निश्चित करते हैं. इस कारण पिछले हफ्ते मैंने ये बात याद दिलाई थी कि आप जिस राष्ट्र में भी रह रहे हैं, उस राष्ट्र में जो भी राज्य कर रहा है उसको परमेश्वर ने वहां ठहराया है. इसलिए उस व्यक्ति की इज्जत करना,
और जो लोग हमारे ऊपर राज काज करते हैं उनके लिए प्रार्थना करना हमारी जिम्मेदारी है। इसके बारे में और विस्तार रोमियो की पत्री पहले 13वें अध्याय के 1 से 4 में हम पढ़ते हैं। ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽസ് റോമാലേഖനം 13ന്റെ 1 തൊട്ട് 4 നാം വായിക്കുന്നു. അതും കഴിഞ്ഞ ആഴ്ച നമ്മൾ കവർ ചെയ്ത്, അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് വായിക്കുന്നില്ല. इसका विस्तार रोमी की पत्री 13 1 से 4 में हमें मिलता है, लेकिन इसे भी हमने पिछले हफ्ते पढ़ा था, इसलिए अभी हम नहीं पढ़ेंगे। लेकिन इन पदों में हमने ये देखा कि राष्ट्र में कौन उसका भरण करता है, ये परमेश्वर नियमित निश्चित करते हैं। इसलिए हमारी जिम्मेदारी है कि जो हमारा भरण करते हैं उनके लिए प्रार्थना करें और उनकी आज्ञा का पालन करें. രാഷ്ട്രങ്ങളെ കർത്താവ് പ്രത്യേക രീതിയിൽ ന്യായം വിധിക്കുമെന്ന് തിരുവെഴുത്തിൽ പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 25ന്റെ 31 തൊട്ട് 32 वരെ. राज्यों का या राष्ट्रों का न्याय होगा, ये प्रभु के वचन में कई जगह लिखा हुआ है, और मैं आपके सामने 3 पद बोलूंगा. उनको हम डिटेल में पढ़ने की कोशिश नहीं करेंगे, लेकिन जरा नोट कर लें. पहला है मत्ती 25 के 31 से 32 तक. മത്തി 25 31 32 तक. രണ്ടാമത്തെ വാക്യം നമ്മൾ ഇതെല്ലാം വായിക്കാൻ പോകുന്നില്ല, എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഡയറിയിൽ ഒന്ന് നോട്ട് ചെയ്ത് സാവകാശമുള്ളപ്പം വായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. മത്തായി 13ന്റെ 40 തൊട്ട് 41. दूसरा पद जिसे आप पढ़ लें वो है मत्ती 13वां अध्याय 40 से लेकर 41 तक. മത്തി 13 40 से 41 तक. മൂന്നാമത്തെ വാക്യം അല്ലെ വാക്യങ്ങൾ യോയേൽ പ്രവചനം 3-ാം അധ്യായം 1 തൊട്ട് 2, 12 തൊട്ട് 14 വാക്യങ്ങൾ. യോയേൽ 3ന്റെ 1 തൊട്ട് 2, 12 14. तीसरा पद जो कृपा करके आप अपनी डायरी में नोट कर लें, वो योएल की पुस्तक 3 अध्याय 1 और 2 पद, उसके अलावा 12 से 14 पद. योएल की पुस्तक 3 अध्याय 1 से 2 और 12 से 14 पद. ഇതില് മത്തായി 25ന്റെ 3 തൊട്ട് നാം വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത് വരുമ്പോൾ ന്യായ വിധിക്കുന്നതിനെ കുറിച്ചാണ്. मत्ती रचित सुसमाचार के 25 के 31 से 46 तक काफी लंबा हिस्सा है, लेकिन यहाँ पर राज्यों के न्याय के बारे में हम काफी विस्तार से पढ़ते हैं. അത് നീണ്ട ഒരു ഭാഗമായതുകൊണ്ടും ഞാൻ 2 ഭാഷകളിൽ പഠിപ്പിക്കുന്നത് കൊണ്ട് അതിൻ്റെ സമ്മറി മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. കർത്താവ് തേജസ്സോടെ വരുമ്പോൾ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. 32 സകല ജാതികളെയും അവന്റെ മുൻപിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ചു. हम लोग जो पढ़ने जा रहे हैं वो मत्ती 25 के 31 से 41 तक है. इतने ये 15 पदों को यहाँ पढ़ना मुश्किल है, क्योंकि हम 2 भाषाओं में क्लासेस ले रहे हैं. उसमें से मुख्य बातें मैं बोलता जाऊंगा. 32वें पद में हम देखते हैं कि प्रभु जब अपने न्याय आसन पर विराजमान होंगे, तब सारे राष्ट्र उनके सामने लाए जाएंगे, और जब सारे राष्ट्र उनके सामने लाए जाएंगे तो प्रभु भेड़ों और बकरियों को एक दूसरे से अलग करेंगे. ഇത് ജാതികളെ കുറിച്ചാണെന്ന് തിരുവെഴുത്ത് വളരെ വ്യക്തമാക്കുന്നുണ്ട്. ഡോക്ടർ സനീഷ് ചെറിയാൻ വാക്യങ്ങളെ കമന്റ് ബോക്സിൽ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. സാധാരണ ബ്രദർ ജോൺസൺ ജോൺ ആണ് ചെയ്യുന്നത്. ഇന്ന് ബ്രദർ ഇല്ലാത്തതുകൊണ്ട് സനീഷ് അത് തുടങ്ങിയിട്ടുണ്ട്. മിസ് ചെയ്ത വാക്യം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് നോക്കിയാൽ മതി. ഓ
मैं जो पद बोलता जा रहा हूं, डॉक्टर सनीश चरियान कमेंट बॉक्स में पोस्ट करने लगे हैं, तो वहां पर जरा देख लें। सिर्फ रेफरेंस पोस्ट करेंगे, ये मैं आपको याद दिला दूं। സോ 32ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ചെമ്മരാടുകളെയും കോലാടുകളെയും സെപ്പറേറ്റ് ആകും. അത് കഴിഞ്ഞ് രാജാവ് തന്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ. 34वें पद में हम देखते हैं कि सिंहासन पर विराजमान राजाधिराज अपनी दहनी ओर खड़े हुए लोगों से कहेंगे, मेरे पिता के द्वारा अनुग्रहित लोगों, आओ मेरे पास आओ. सवाल ये उठता है कि ये कौन है जो इस तरह से प्रभु की दहनी ओर खड़े हैं. इसका डिटेल प्रभु स्वयं बताते हैं. जो प्रभु के लेफ्ट खड़े हैं उनसे प्रभु कुछ और बोलते हैं. അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നാം വായിക്കുന്നത് ഇടതുവശത്തുള്ളവരോട് പറയുന്നത് നിങ്ങൾ ശിക്ഷിക്കപ്പെട്ടവരാണെന്ന്. इसके बाद प्रभु जो लेफ्ट में खड़े हैं उनसे कहते हैं कि तुमको सजा दी जाएगी. വലതുവശത്തുള്ളവർ കർത്താവിനോട് ചോദിക്കുന്ന, കർത്താവെ, അടിയങ്ങൾ അങ്ങേ എപ്പം നഗ്നനായിട്ടും വിശന്നവനായിട്ടും ദാഹിക്കുന്നവനായിട്ട് കണ്ടു. അപ്പോൾ കർത്താവ് അവരോട് പറയുന്നത്, നിങ്ങൾ ഈ ചെറിയവരോട് ചെയ്തത് എന്നോട് ചെയ്തു. ഇടതുവശത്ത് നിൽക്കുന്നവരോട് ശപിക്കപ്പെട്ടവരെ എന്ന് പറയുമ്പോൾ അവർ പറയുന്നത്, കർത്താവെ, അടിയങ്ങൾ എപ്പോഴാണ് അങ്ങയെ കണ്ടത്? അപ്പൊ കർത്താവ് അവരോട് പറയുന്നത്, ഈ ചെറിയവരോട് നിങ്ങൾ ചെയ്തത് അല്ലെ ചെയ്യാതിരുന്നത് അത് എന്നോട് ചെയ്യാതെ ഇരുന്നു. അതാണ് അതിന്റെ इंटरप्रिटेशन. ये जो प्रभु की दहनी और जो राष्ट्र खड़े हैं, प्रभु उनसे कहते हैं कि हे धन्य लोगों, तुमने मुझे भोजन दिया, वस्त्र दिया, जल दिया. वो लोग पूछते हैं, प्रभु हमने कब किया? तो प्रभु कहते हैं, तुमने छोटों से मेरे नाम में जो किया वो मेरे साथ किया. प्रभु की बाईं ओर जो खड़े हैं उनसे जब प्रभु कहते हैं शापित लोगों, तो वो पूछते हैं, प्रभु हमने आपको कब देखा? हमने तो प्रभु कहते हैं कि तुमने छोटों से छोटों की जो उपेक्षा की वो मेरी उपेक्षा की. ഇതിന്റെ വ്യാഖ്യാനം വളരെ പ്രാധാന്യം അർഹിക്കുന്ന വിഷയമാണ്. ഇവിടെ മാത്രമല്ല, ഈ രാഷ്ട്രങ്ങളുടെ ന്യായവിധിയെക്കുറിച്ച് തിരുവെഴുത്ത് പലയിടത്ത് പറയുന്നു. അതിന്റെ വെളിച്ചത്തിൽ നാം മനസ്സിലാക്കുന്നത്, ദൈവജനത്തെ ആദരിച്ച രാഷ്ട്രങ്ങളെ കർത്താവ് ആദരിക്കും, ദൈവജനത്തെ പകച്ച രാഷ്ട്രങ്ങളെ ദൈവം പകയ്ക്കും. ये जो दाई और बाई जो लोग खड़े हुए हैं, उनके बारे में ये जो भविष्यवाणी हम पढ़ते हैं, न केवल यहाँ पर मत्ती में बल्कि और अन्य जगहों पर, जैसे योएल का उदाहरण मैंने दिया था, जब हम इन सबको एक साथ लेकर, एक साथ जोड़कर उसका विश्लेषण करते हैं, तब एक बात स्पष्ट हो जाती है कि भविष्य में एक समय आने वाला है जब प्रभु राष्ट्रों का न्याय करेंगे. जिन राष्ट्रों ने प्रभु के लोगों का आदर किया, प्रभु उन राष्ट्रों का आदर करेंगे, उनको हर तरह से संपन्न करेंगे. जिन राष्ट्रों ने उन प्रभु के नाम से जो लोग आए थे या प्रभु के द्वारा चुने हुए लोग हैं, उनकी उपेक्षा की, वे लोग प्रभु की सजा पाएंगे. आप पूछेंगे कि कौन राष्ट्र है? 2-4 मिनट में वो भी स्पष्ट हो जाएगा. അങ്ങനെ ഏത് രാഷ്ട്രങ്ങളാണ് എന്ന് നമ്മൾ കഴിഞ്ഞ 2000 വർഷത്തെ മനുഷ്യ ചരിത്രത്തിലെ രാഷ്ട്രങ്ങളെ ഒന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ ഒരു കാര്യം സ്പഷ്ടമാകും. ഒന്ന്, 4000 വർഷങ്ങൾക്ക് മുൻപ് ദൈവം തനിക്ക് വേണ്ടി
ഒരു ജാതിയെ തെരഞ്ഞെടുത്തു. 4000 വർഷങ്ങൾക്ക് മുൻപ് ആ ജാതി ആസ്തിക്യത്തിലില്ലായിരുന്നു. എന്നാൽ ആ ജാതിയുടെ പിതാമഹനെ കർത്താവ് തെരഞ്ഞെടുത്തിട്ട്, നിന്റെ സന്തതിയെ ഞാൻ സമുദ്രതീരത്തിലെ മണല് പോലെ ആക്കി തീർക്കുമെന്ന് പറഞ്ഞു. അബ്രഹാമാണ് ആ തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയുടെ പിതാവ്. അബ്രഹാമിൽ കൂടെ എങ്ങനെ ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു ദൈവജനം ഉണ്ടായെന്നുള്ളത് നമുക്കറിയാം. കഴിഞ്ഞ 2000 വർഷത്തെ അല്ല, ശരിയായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ 4000 വർഷത്തെ മനുഷ്യ ചരിത്രം എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിനോട് സ്നേഹവും ദയയും കനിവും അനുകമ്പയും കാണിച്ച എല്ലാ രാഷ്ട്രങ്ങളെ കർത്താവ് അനുഗ്രഹിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇസ്രായേലിനെ പകച്ച എല്ലാ രാഷ്ട്രങ്ങളെ ദൈവം അന്നേരം അല്ലെങ്കിൽ കുറച്ചു കഴിഞ്ഞ് ശിക്ഷിച്ചതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും. आज से 4000 साल पहले परमेश्वर ने अपने लिए एक विशेष प्रजा को चुन लिया था. जब इब्राहिम से कहा था कि तेरी संतान समुद्र के बालू के किनकों के समान होगी, तब परमेश्वर ने यह स्पष्ट किया कि अब्राहम के द्वारा उत्पन्न होने वाली एक बहुत बड़ी जाति को प्रभु अपने लिए चुन रहे हैं, और वो है इस्राएल. यदि मनुष्य जाति के पिछले 4000, अब इब्राहिम के बाद के 4000 सालों को हम विश्लेषण करें तो ये साफ देखेंगे कि जिन राष्ट्रों ने भी इस्राएल पर दया की, परमेश्वर ने उन राष्ट्रों पर दया दिखाई. जिन राष्ट्रों ने इस्राएल के विरुद्ध कार्य किया, परमेश्वर ने उनके विरुद्ध कार्य किया. രാഷ്ട്രങ്ങളുടെ ഈ ന്യായവിധി എന്ന് പറഞ്ഞാല് ഒരു ഫൈനൽ, ഒരു അന്ത്യ ന്യായവിധി വരുന്നു. അത് മഹോപദ്രവ കാലത്തല്ല, അതൊക്കെ കഴിഞ്ഞാന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. എന്നാൽ ആ ന്യായവിധി അബ്രഹാമിന്റെ കാലം തൊട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം അങ്ങനെ ഒരു ഫൈനൽ ഒരു ന്യായവിധി വരുന്നതിന് മുൻപ് തന്നെ ദൈവജനത്തോട് ഏത് രീതിയിലാണ് മനുഷ്യർ ഇടപെടുന്നത് അത് ദൈവം വീക്ഷിക്കുന്നു. അതിനനുസരിച്ച് ദൈവജനത്തോട് ഇടപെട്ട ആളുകളെ അനുഗ്രഹിക്കുകയോ ശപിക്കുകയോ ചെയ്യും എന്ന് ദൈവവചനം വളരെ വ്യക്തമാക്കുന്നുണ്ട്. मेरे प्रिय भाइयों और बहनों, एक दिन आने वाला है जब परमेश्वर राष्ट्रों का न्याय करेंगे, लेकिन प्रभु का वचन बहुत स्पष्टतया बताता है कि ये न्याय न केवल अंतिम समय होगा बल्कि प्रतिदिन हो रहा है. यदि पिछले 4000 साल का इतिहास देखें तो ये बिल्कुल स्पष्ट हो जाएगा कि परमेश्वर के चुने हुए यहूदियों या इस्राएलियों को जिन राष्ट्रों ने उनका आदर किया, परमेश्वर ने उन राष्ट्रों को अनुग्रह दिया. जिन राष्ट्रों ने इन यहूदियों को की उपेक्षा की, परमेश्वर ने उनकी उपेक्षा की, और भविष्य तो अभी आने वाला है. അപ്പൊ അങ്ങനെ തിരുവെഴുത്തില് ഇങ്ങനൊരു പശ്ചാത്തലം ഉള്ളതുകൊണ്ട് ദൈവജനത്തെ സ്നേഹിക്കുന്നവർ ദൈവത്തെ സ്നേഹിക്കുന്നു. ദൈവജനത്തെ കരുതുന്നവർ ദൈവത്തെ കരുതുന്നു. ദൈവജനത്തെ പുച്ഛിക്കുന്നവർ ദൈവത്തെ പുച്ഛിക്കുന്നു. ദൈവജനത്തെ പകയ്ക്കുന്നവർ ദൈവത്തെ പകയ്ക്കുന്നു എന്ന് തിരുവെഴുത്തിന്റെ ഒരടിസ്ഥാന പ്രമാണമുള്ളത് കൊണ്ട് നാം വളരെ ശ്രദ്ധയോടെ വേണം. ഒരു മിനിറ്റ്, ഞാനിതൊന്ന് ഓഫ് ചെയ്തോട്ടെ, മൈക്കല്ല. അത് അറിയാതെ ചില സമയത്ത് മൈക്ക് ഓൺ ആയി പോകുന്നതാണ്. അത് ആരുടെയും മിസ്റ്റേക്ക് അല്ല. ഞാൻ അതെല്ലാം ഓഫ് ചെയ്യാനാണ് സമയമെടുത്തത്. സോ മനുഷ്യ ഹിസ്റ്ററി നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ
നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദൈവജനത്തെ പകയ്ക്കുന്നവരെ ദൈവം പകയ്ക്കും, അവരോട് അനുകമ്പ കാണിക്കുന്നവരോട് ദൈവം അനുകമ്പ കാണിക്കും. രാഷ്ട്രങ്ങൾ ഇത് വളരെ സൂക്ഷിക്കണം. तो क्षमा करें, 2 मिनट मुझे साउंड ऑफ करने के लिए लग गया था. अनजाने लोगों का ऑन हो जाता है, कोई बात नहीं है. इस बात का खास ख्याल रखें कि परमेश्वर के द्वारा चुने हुए लोगों का जो आदर करता है, परमेश्वर उस राष्ट्र का आदर करते हैं. और जो लोग परमेश्वर के द्वारा चुने हुए लोगों का अनादर करते हैं, उनके साथ हिंसा करते हैं, परमेश्वर भी उनके साथ हिंसा करेंगे. നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദൈവം തിരഞ്ഞെടുത്ത ഒരേ ഒരു ജാതിയേ ഉള്ളൂ. സഭ എന്ന് പറഞ്ഞാൽ അതൊരു ജാതിയല്ല, സഭ എന്ന് പറഞ്ഞാൽ അതൊരു സമൂഹമാണ്. ദൈവം തിരഞ്ഞെടുത്ത ഏക ജാതി അല്ലെങ്കിൽ ഏക പീപ്പിൾ, ശരിയായിട്ട് പറഞ്ഞ നേഷൻ, അത് യഹൂദന്മാരാണ്. യഹൂദന്മാരുടെ യുഗം, ശരിയായിട്ട് പറഞ്ഞ യഹൂദന്മാരുടെ യുഗം, പെന്തിക്കോസ്ത് നാളിൽ കർത്താവ് അവിടെ പെട്ടെന്ന് ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. സ്റ്റോപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ ടെമ്പററി ആയിട്ടാണ് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്, അത് ഞാൻ ഓർപ്പിക്കട്ടെ. അപ്പൊ യഹൂദന്മാരുടെ യുഗത്തിന് ദൈവം ഒരു ടെമ്പററി സ്റ്റോപ്പ് പെന്തിക്കോസ്ത് നാളിൽ ദൈവം ഇട്ടെങ്കിലും ദൈവം യഹൂദനെ കൈവിട്ടിട്ടില്ല. ഇത് ദൈവജനം പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം തൻ്റെ ജനത്തെ കൈവിട്ടിട്ടില്ല. അവരെ കുറച്ചു സമയത്തേക്ക് ശിക്ഷിച്ച് മാറ്റി നിർത്തിയിരിക്കുവാണ്. ദൈവം യഹൂദന് കൊടുത്ത ഒരു സമയമുണ്ട്, യഹൂദന്മാരുടെ യുഗത്തിന് കൊടുത്ത ഒരു സമയമുണ്ട്. ആ സമയം പൂർത്തിയാകുന്നതിന് 7 വർഷങ്ങൾക്ക് മുൻപ് ദൈവം ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു സ്റ്റോപ്പ് വെച്ചിട്ട് സഭായുഗം തുടർന്നു. സഭായുഗം ഒരു മർമ്മമായിരുന്നു, അത് സ്റ്റാർട്ട് ചെയ്തു. സഭായുഗത്തിന്റെ അവസാന കാലത്ത് ബാക്കിയുള്ള ആ 7 വർഷം, യഹൂദന് ദൈവം കൊടുത്ത 7 വർഷം, അത് കർത്താവ് അത് അവർക്ക് കൊടുക്കും. അതാണ് നമ്മൾ മഹോപദ്രവകാലം എന്ന് അറിയുന്നത്. ഇപ്പൊ ഇവിടെ പ്രത്യേകം ദൈവജനം മനസ്സിലാക്കേണ്ടത്, പെന്തിക്കോസ്ത് നാളിൽ ദൈവം അവരെ ഒന്ന് തൽക്കാലം മാറ്റിവെച്ചെങ്കിലും സ്ഥായിയായിട്ട് അവരെ കൈവിട്ടിട്ടില്ല. യഹാ अभी जो मैं बोल रहा हूं, हो सकता है एकदम से समझने में आपको परेशानी आए, लेकिन जब हम परमेश्वर के युगों की जो योजना है उसका अध्ययन कंटिन्यू करेंगे, तब ये बातें आपको और स्पष्ट हो जाएंगी. और उस समय मैं कुछ मैप और चार्ट वगैरह भी आप लोगों को दूंगा. मैप और चार्ट से संबंधित एक विशेष अनाउंसमेंट भी आज मैं करूंगा, उसको ध्यान से सुन लें. मैं कोशिश कर रहा हूं कि जब हम वहां पहुंचे तब तक मैप और चार्ट की मेरे द्वारा प्रिंट की हुई पुस्तकें आप तक पहुंचा सकूं. लगभग इस साइज में, A5 साइज में मैं प्रिंट करने की कोशिश कर रहा हूं. उसे आप गिफ्ट के रूप में क्लासेस के पहले कैसे प्राप्त कर सकते हैं, ये ध्यान से सुन लें, मैं बाद में बताऊंगा. അപ്പൊ ഈ കർത്താവ് പെന്തിക്കോസ്ത് നാളിൽ യഹൂദന്മാരുടെ യുഗം കുറച്ച് സമയത്തേക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടാണ് സഭായുഗം തന്നത്. ആ ബാക്കിയുള്ള 7 വർഷം മഹോപദ്രവകാലത്ത് ഫുള്ളാകുമെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം യഹൂദൻ ദൈവത്താൽ തിരഞ്ഞെടുത്ത ഒരു ജാതി ആയതുകൊണ്ട് ദൈവം യഹൂദനെ ഒരിക്കലും കൈവിടത്തില്ല. അതുകൊണ്ട് ക്രിസ്തീയ വിശ്വാസികളായ നാം എന്നും യഹൂദന്മാരോട് ഫേവർ കാണിക്കേണ്ടതാണ്. അവർ നമ്മുടെ നാട്ടിൽ വന്ന് വസിക്കുവാണെങ്കിൽ അവരോട് പ്രത്യേക ഫേവർ കാണിക്കേണ്ടതാണ്. രാഷ്ട്രീയ തലത്തിൽ ഇസ്രായേലിനെ നാം സപ്പോർട്ട് ചെയ്യേണ്ടതാണ്, എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഇന്ന് ലോകത്തിൽ
ഇസ്രായേലിനെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രമാണ് അമേരിക്ക. കഴിഞ്ഞ 200 വർഷങ്ങളിൽ അമേരിക്കയ്ക്ക് ദൈവം കൊടുത്തിട്ടുള്ള സമൃദ്ധി ലോകത്തിലെ ഒരു രാഷ്ട്രത്തിന് ലഭിച്ചിട്ടില്ല. ലോകത്തിൽ ഏത് രാഷ്ട്രത്തിലുള്ളവർക്ക് ചാൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ അമേരിക്കയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സമ്പന്നരായ അറബി രാജ്യങ്ങളിൽ പോലും അവസരം കിട്ടുവാണെങ്കിൽ അവർ അമേരിക്കയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അവർ അവരുടെ സമ്പത്തില് ഒരു നല്ല ശതമാനം ആ തുക അമേരിക്കയിൽ കൊണ്ടുപോയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ട്? യഹൂദനോട് അനുകമ്പ കാണിച്ചതുകൊണ്ട് ദൈവം അമേരിക്കയെ അനുഗ്രഹിച്ചു എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. യഹൂദനോട് എന്നും അനുകൂല മനോഭാവം കാണിച്ച ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. അതുകൊണ്ടാണ് 2000 വർഷം വിദേശികൾ, 2000 അല്ല 2200 വർഷം അല്ലെ 400 വർഷം വിദേശികൾ വന്ന് കൊള്ളയടിച്ചിട്ടും ഇന്ത്യ ഇന്നും മറ്റ് രാഷ്ട്രങ്ങളെ, ഇതുപോലെ കൊള്ള അടിക്കപ്പെട്ട രാഷ്ട്രങ്ങളെ പോലെ പട്ടിണിയായിട്ടില്ല. യഹാ ഇസ് ബാത് കോ ഹം കബി ന ഭൂലേं कि यहूदी परमेश्वर के द्वारा चुने हुए लोग हैं, इसलिए हम अपने व्यक्तिगत जीवन में और राष्ट्रीय जीवन में हमेशा यहूदियों के प्रति एक अनुकूल नजरिया रखें. हमारे आपके घर के पास यदि कोई यहूदी हो तो हमेशा उसके प्रति फेवर दिखाएं, हमेशा उसकी मदद करें. दुनिया में यहूदियों की सबसे अधिक मदद की है अमेरिका ने, और पिछले 200 साल में अमेरिका में जो संपन्नता आई है वो दुनिया के किसी राष्ट्र में नहीं है. आज दुनिया के किसी भी राष्ट्र में लोगों को मौका मिल जाए तो वो जंजीर तोड़ा के अमेरिका जाना चाहते हैं. इवन संपन्न राष्ट्र अरबी राष्ट्रों में भी अवसर मिले तो वो जाके अमेरिका में सेटल होना चाहते हैं. परमेश्वर ने उनको इतनी संपन्नता जो दी है उसका एक कारण, टोटल कारण नहीं, एक कारण यह है कि उन्होंने हमेशा यहूदियों के प्रति एक अनुकूल एटीट्यूड दिखाया है. यहूदियों को दुनिया में सबसे ज्यादा आदर जो दिया गया था वैसा एक राष्ट्र है हिंदुस्तान. हिंदुस्तान को पिछले 2200 सालों तक लोगों ने लूटा, लेकिन आज भी वो पूरी तरह से नंगा और कंगाल नहीं हुआ. ये परमेश्वर की करुणा है. शायद इसलिए कि हम हमेशा परमेश्वर की प्रजा के अनुकूल रहे हैं. 7 വർഷത്തെ മഹോപദ്രവ കാലത്ത് യഹൂദന്മാർ വളരെയധികം കഷ്ടപ്പെടുകയൊക്കെ ചെയ്യുമെങ്കിലും ഈ 7 വർഷത്തിന്റെ അവസാനത്തിൽ 1000 ആണ്ട്, കർത്താവായ യേശുക്രിസ്തുവിന്റെ 1000 ആണ്ട് വാഴ്ച തുടങ്ങുന്ന സമയത്ത് യഹൂദന്മാരെ കർത്താവ് യഥാസ്ഥാനപ്പെടുത്തും. 1947 ഇസ്രായേൽ ഒരു രാഷ്ട്രമായിട്ട് തുടങ്ങിയതോടെ ഇസ്രായേലിനെ ദൈവം യഥാസ്ഥാനപ്പെടുത്തിയെന്ന് പലർ അവകാശപ്പെടാറുണ്ട്, പ്രത്യേകിച്ച് പ്രവചനം പഠിപ്പിക്കുന്നവർ. അത് പൂർണ്ണമായിട്ടും ഒരസത്യമാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. യഹൂദന്മാരുടെ ആ രാഷ്ട്രത്തില് ഇന്നും യഹൂദന്മാരുടെ 12 ഗോത്രത്തിൽ മെയിൻലി 2 ഗോത്രത്തിലുള്ളവരെ തിരിച്ചെത്തിയിട്ടുള്ളൂ. ബാക്കി 10 ഗോത്രത്തിൽപ്പെട്ട ആളുകൾ എവിടെ എന്ന് പോലും അറിയാൻ വയ്യാത്ത രീതിയിൽ അവർ ലോകരാഷ്ട്രങ്ങളിൽ ലയിച്ചു. എന്നാൽ ഈ സഹസ്രാബ്ദ വാഴ്ച തുടങ്ങുമ്പോൾ ലയിച്ച എല്ലായിടത്തുനിന്നും ദൈവം യഹൂദന്മാരെ കൊണ്ടുവന്ന് അവരെ യഥാസ്ഥാനപ്പെടുത്തും എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഈ 47 ഇസ്രായേൽ രാഷ്ട്രമായപ്പോൾ ദൈവം അവരെ യഥാസ്ഥാനപ്പെടുത്തിയെന്ന് പലർ അവകാശപ്പെട്ടതുകൊണ്ട് പല രീതിയിലുള്ള തെറ്റായ ഉപദേശങ്ങൾ വിശ്വാസികളുടെ ഇടയ്ക്ക് കടന്നു വരികയും ഈ തെറ്റായ ഉപദേശങ്ങൾ തെറ്റ് എന്ന് വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ പലരുടെ വിശ്വാസം തണുക്കുകയും ചെയ്തെന്നുകൂടി ഞാൻ ഓർപ്പിക്കട്ടെ.
अब मैं विशेष याद दिलाना चाहता हूं कि आज जो मसीही मंडली इस दुनिया में है, प्रभु यीशु जब मध्य आकाश में दोबारा आएंगे तब ये मंडली वहां पर उठा ली जाएगी। उसके बाद यहूदियों को जो युग दिया गया तो उसमें जो बचे हुए 7 साल हैं वे उनको दे दिए जाएंगे। 7 साल के अंत में प्रभु यीशु स्वयं 1000 वर्ष, 1 सहस्त्र वर्ष इस दुनिया पर राज्य करेंगे। तब यहूदी राष्ट्र सही रीति से वापस इस्राएल को अपने राष्ट्र के रूप में पाएगा। ये बात मैं याद दिला दूं। ये सारी बातें बहुत जल्दी ही इसका विस्तार बाकायदा चित्र और चार्ट की सहायता से मैं आपको समझाऊंगा यदि प्रभु ने मदद की तो। അങ്ങനെ ഈ 1000 ആണ്ട് വാഴ്ചയിൽ യഹൂദന്മാർ യഥാസ്ഥാനപ്പെടുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു രാജാതിരാജാവായിരിക്കും അവരെ ഭരിക്കുന്നത്. ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ, 47-ൽ ഇസ്രായേൽ ഒരു സ്വതന്ത്ര രാഷ്ട്രമായെങ്കിലും ഇസ്രായേൽ യഥാസ്ഥാനപ്പെട്ടിട്ടില്ല. പ്ലസ് 10ഓളം ഗോത്രങ്ങൾ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. പ്ലസ് ഇസ്രായേൽ യഥാസ്ഥാനപ്പെട്ട് 40 വർഷം കഴിയുമ്പോൾ കർത്താവിന്റെ 2ാം വരവ് ഉണ്ടാകും എന്ന് ഒത്തിരി പേര് അവകാശപ്പെട്ടു. 40ഉം കഴിഞ്ഞു, 50ഉം കഴിഞ്ഞു, 60ഉം കഴിഞ്ഞു. ആ കണക്ക് തെറ്റിയതിന്റെ കാരണം യഥാസ്ഥാനപ്പെടുന്നതിന് മുൻപ് തന്നെ യഥാസ്ഥാനപ്പെട്ടെന്ന് അവകാശപ്പെട്ടത് കൊണ്ടാണ്. ഇസ്രായേൽ ശരിയായിട്ട് യഥാസ്ഥാനപ്പെടാൻ പോകുന്നത് സഹസ്രാബ്ദ വാഴ്ചയിലാണ്. അന്ന് അവരുടെ മശീഹായായിരിക്കും അവരെ ഭരിക്കുന്നത്. ആൻഡ് ഇസ്രായേൽ മക്കൾ ഞങ്ങൾക്ക് ഒരു രാജാവിനെ വേണമെന്ന് വിലപിച്ചത് അത് ശരിയായിട്ട് പറഞ്ഞാൽ അന്നാണ് പൂർത്തിയാകുന്നത്. കാരണം ഇസ്രായേൽ ഇടി വെട്ടുന്ന സൗണ്ട് നിങ്ങൾ കേട്ട് കാണും. കേരളത്തിൽ തുലാമഴ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ആദ്യത്തെ എന്റെ ഈ സ്ഥലത്തുനിന്ന് കേൾക്കാവുന്ന ആദ്യത്തെ ഇടിവെട്ടായിരുന്നു. आप में से शायद कुछ लोगों ने बादल गड़गड़ाने की आवाज सुनी होगी। केरल में इन महीनों में रात को पानी बरसता है और मेरे इस इलाके में पानी बरसने का के साथ साथ ये पहली बिजली कड़की है। ये कुछ भी नहीं है, ये मैं याद दिला दूं, इससे 100 गुना आवाज होती है. അപ്പൊ അങ്ങനെ കർത്താവ് അവരെ യഥാസ്ഥാനപ്പെടുത്തി കർത്താവ് തന്നെ അവരെ ഭരിക്കുന്നതായിരിക്കും. അന്ന് ലോകത്തിലുള്ള എല്ലാ രാഷ്ട്രങ്ങളിൽ നിന്നും ശരിയായ യഹൂദന്മാരെ തിരിച്ച് കർത്താവ് തന്നെ അവിടെ കൊണ്ടുപോകും. അങ്ങനെയുള്ളവർ ഉണ്ടെന്നുള്ളത് ഇപ്പം ജീൻസിന്റെ ടെസ്റ്റിംഗ് അല്ലെ ജനറ്റിക് ടെസ്റ്റിംഗ് കൊണ്ട് വ്യക്തമാകും. ഇതെല്ലാം രാഷ്ട്രങ്ങളുടെ ന്യായവിധിയുടെ ഒരു ഭാഗമാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. प्रभु यीशु का जो आसमान में जो बादलों पर आगमन है, उस समय जो विश्वासी लोग हैं वो उठा लिए जाएंगे. उसके बाद 7 साल पृथ्वी पर अति पीड़ा का काल होगा. उसके बाद 1000 साल का प्रभु यीशु का राज्य होगा. उस समय सारी दुनिया के सारे राष्ट्रों से यहूदी लोग इस्राएल लाए जाएंगे. ऑलरेडी जेनेटिक जीन्स की टेस्टिंग से ये बात स्पष्ट हो चुकी है कि आज दुनिया में अन्य राष्ट्रों में जो फैले हुए हैं उनमें से कई लोग यहूदी हैं. सबसे अच्छा उदाहरण है नागालैंड में एक ग्रुप जो कि नागाज माने जाते थे, लेकिन ये स्पष्ट हो गया है कि वो एक्चुअली यहूदी हैं, इस इलाके के नहीं है. इस तरह से सारी दुनिया में वो लोग फैले हुए हैं. ये सब बड़ा अद्भुत अध्ययन है, तो आते रहिए, ये सारी बातें स्पष्ट हो जाएंगी. उसका जो चार्ट वगैरह है उसको प्राप्त करने की कोशिश भी करें. നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം, ദൈവം യഹൂദന്മാരെ തിരഞ്ഞെടുത്തു. അവരോട് അനുകമ്പ കാണിച്ചവരോട് കർത്താവ് അനുകമ്പ കാണിക്കും. അവരോട് അവജ്ഞ കാണിച്ചവരോട് കർത്താവ് അവജ്ഞ കാണിക്കും. അതിൻ്റെ ഫൈനൽ
നാം കാണാൻ പോകുന്ന കർത്താവിന്റെ സിംഹാസനത്തിന് മുൻപിലാണ്. അങ്ങനെ ഇത് 4ാമത്തെ ന്യായവിധിയായിരുന്നു. അത് കഴിഞ്ഞ് നാം കാണുന്നത് 5ാമത്തെ ന്യായവിധി. ഇത് 5ാമത്തെ ന്യായവിധി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ന്യായവിധിയാണ്. അതാണ് രക്ഷിക്കപ്പെടാത്തവരുടെ ജീവിതത്തിലുള്ള ന്യായവിധി. രക്ഷിക്കപ്പെടാത്തവർക്ക് വേണ്ടി ശിക്ഷാവിധി വരുന്നതേ ഉള്ളൂ. അത് വെള്ളസിംഹാസനത്തിന്റെ മുൻപിലാണ്. എന്നാൽ അങ്ങനെ വെള്ളസിംഹാസനത്തിന്റെ മുൻപിലുള്ള ശിക്ഷാവിധിക്ക് മുൻപ് അവർ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ കർത്താവിന്റെ ഒരു ന്യായവിധിയുണ്ട്. അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഓൺ ജീവിതത്തിലും അതുപോലെ ഈ ലോകത്തിൽ നമ്മുടെ ചുറ്റിനും നടക്കുന്ന സംഭവങ്ങളെ വേണ്ട രീതിയിൽ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. ഇതിനെക്കുറിച്ച് റോമാലേഖനം, വേദപുസ്തകത്തിൽ എല്ലായിടത്തും അത് പറഞ്ഞിട്ടുണ്ടെങ്കിലും റോമാലേഖനം 1-ാം അധ്യായമാണ് ഇതിനെക്കുറിച്ച് ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. तो इस तरह से 4 न्याय के बारे में पढ़ने के बाद हम 5वें न्याय पर आते हैं, और वो है अविश्वासियों के जीवन में प्रतिदिन का न्याय। आप कहेंगे कि अविश्वासियों का न्याय अंत में होगा। अविश्वासियों का जो अंतिम न्याय होगा वो अलग है। प्रतिदिन उनके जीवन में प्रभु का जो न्याय है वो अलग है, और दोनों का उद्देश्य भी अलग है। ये बात भी मैं याद दिलाना चाहता हूं। अंतिम न्याय का उद्देश्य है उनको नरक भेज देना। प्रतिदिन जो न्याय है उसका उद्देश्य है उनकी आंखें खोलना। आंखें खोलना कि मनुष्य पापी है। इसके बारे में सबसे ज्यादा, पूरा नया नियम पुराना नियम इसके बारे में बोलता है, लेकिन सबसे ज्यादा डिटेल रोमियो की पत्री 1 अध्याय के 18 से लेकर 32 में है। 14 पद है जो इसको बहुत ഡീറ്റെയിൽ में बताता है. റോമാലേഖനം 1-ാം അധ്യായം 18 തൊട്ട് 32 14 വാക്യങ്ങളിൽ ഈ അവിശ്വാസികളുടെ ജീവിതത്തിൽ ദൈവം അയക്കുന്ന കോപം, ആ ന്യായവിധിയെ കുറിച്ച് പറയുന്നു. 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ഭാവിയിൽ വെളിപ്പെടുമെന്നല്ല, ഇന്ന് വെളിപ്പെടുന്നു. रोमियो की पत्री 1 अध्याय के 18वें पद को मैंने अभी पढ़ के सुनाया, जहां लिखा हुआ है कि जो लोग सच को छुपा देते हैं, उनके भक्ति विरुद्ध कार्यों के विरुद्ध स्वर्ग से प्रभु का क्रोध प्रकट हो रहा है, होता है, होगा है नहीं, होता है. ദൈവ മക്കൾ പലപ്പോഴും അവരുടെ ചുറ്റിനുമുള്ള അവിശ്വാസികളെയും അവരുടെ ജീവിത രീതിയെയും കണ്ട് വളരെ ഖേദിക്കാറുണ്ട്. അത് നല്ല കാര്യമാണ്. കാരണം അവരുടെ ജീവിത രീതി കണ്ട് ഖേദിക്കുന്നത് സത്യദൈവത്തെ ആരാധിക്കുന്ന എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം അവരുടെ ജീവിതത്തെ കണ്ട് ഖേദിക്കുമ്പോൾ, അല്ലെ വിഷമിക്കുമ്പോൾ, അവർ എന്തുകൊണ്ട് ഇങ്ങനെ ജീവിക്കുന്നെന്ന് തിരുവെഴുത്തിന്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കി നാം അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണോ എന്ന് തിരുവെഴുത്ത് പറയുന്നത് മനസ്സിലാക്കി ആ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് അവരുടെ ജീവിതവും ജീവിത രീതിയും കണ്ട് നാം ഖേദിക്കേണ്ടത്. यहाँ पर हमने देखा कि जो लोग परमेश्वर की सच्चाई को छुपा देते हैं, परमेश्वर का क्रोध उनके ऊपर पड़ता है. हम में से हर व्यक्ति जब अपने आसपास जो अविश्वासी लोग हैं, जब उनको देखते हैं, तब उनका जीवन देख के हमको बहुत दुख होता है, खेद होता है. ये जरूरी है, क्योंकि जब उनके जीवन के बारे में हमको दुख होता है,
तब प्रभु के वचन से हमको ये समझने की कोशिश करनी चाहिए कि उनके इस जीवन को बदलने के लिए हमें क्या करना है। और जब हम इस बात को समझ लेंगे कि उनके जीवन को बदलने के लिए क्या करना है, तब उनके जीवन को बदलने के लिए जो प्रभु हमको जो बुलाते हैं वो हम कर सकेंगे. അവിശ്വാസികളുടെ ജീവിതത്തെ കണ്ട് ഖേദിക്കുന്നത് ആവശ്യമാണെന്ന് മാത്രമല്ല, ആ ഖേദത്തിന്റെ കാരണം കൊണ്ട് അവർ എന്തുകൊണ്ട് ഇങ്ങനെ ജീവിക്കുന്നു എന്ന് മനസ്സിലാക്കി അവരെ ഈ ജീവിതത്തിൽ നിന്ന് മാറ്റിയെടുക്കാനും വീണ്ടെടുക്കാൻ നാം എന്ത് ചെയ്യണം എന്ന് മനസ്സിലാക്കി ഇതിന്റെ പ്രതിവിധി എന്ത് എന്ന് മനസ്സിലാക്കി നാം പ്രവർത്തിക്കണം. अविश्वासियों के जीवन को देखकर वे लोग ऐसा क्यों जी रहे हैं और इससे उनको किस तरह से मुक्ति दिलाया जाए, इसको प्रभु के वचन के आधार पर समझकर उनको छुड़ाना हमारे लिए जरूरी है. നമ്മളിൽ പലർ ഈ ലോകത്തിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളും അക്രമങ്ങളും വായിച്ച് വളരെ വിഷമിക്കാറുണ്ട്, വളരെ ഖേദിക്കാറുണ്ട്. എന്നാൽ അങ്ങനെ വിഷമിക്കുകയും ഖേദിക്കുകയും ചെയ്യുമ്പോൾ അതിനെ കുറ്റം പറഞ്ഞു കുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദൈവവചനം അതല്ല ഒരു ദൈവ പൈതലിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ദൈവവചനം പ്രതീക്ഷിക്കുന്നത് മനുഷ്യൻ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കി, അതിന്റെ മൂലകാരണം മനസ്സിലാക്കി, അതിന്റെ പ്രതിവിധി എന്തെന്ന് മനസ്സിലാക്കി, ആ പ്രതിവിധിയെ കുറിച്ച് നമ്മുടെ വിളി എന്ത് എന്ന് മനസ്സിലാക്കി ആ വിളിക്കനുസരിച്ച് ആ പ്രതിവിധി ഓഫർ ചെയ്യണം എന്നാണ് ദൈവവചനം പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളെ കുറിച്ചൊക്കെ കുത്തിയിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വിലപിക്കുകയല്ല നമ്മുടെ വിളി. വിലപിക്കണം എന്നുള്ളത് സത്യമാണെങ്കിൽ അതല്ല നമ്മുടെ പ്രധാന വിളി. हमको ये बात समझनी चाहिए कि दुनिया में अपराध, दुनिया में कुकर्म जो हो रहे हैं उसको देखकर हमें दुखी होना चाहिए, लेकिन सिर्फ दुखी होने से कार्य नहीं होगा. परमेश्वर ने हमको इसलिए बुलाया है कि वे लोग ये कुकर्म और अपराध क्यों करते हैं इसको समझकर, उसका हल क्या है ये समझकर, उस हल के लिए या उनको इसका हल देने के लिए मुझे और आपको परमेश्वर ने किस लिए बुलाया है ये समझकर हम वो कार्य करें. നമ്മുടെ ചുറ്റിനും ധാരാളം അക്രമങ്ങൾ നടക്കുന്നു, കുറ്റകൃത്യങ്ങൾ നടക്കുന്നു. അത് പേപ്പറിൽ വായിച്ചും ടെലിവിഷനിൽ കണ്ടും നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് ധാരാളം സമയം ചിലവഴിക്കാറുണ്ട്. എന്നാൽ തിരുവെഴുത്ത് ഓർപ്പിക്കുന്നത് അങ്ങനെ ചർച്ച ചെയ്തത് കൊണ്ടോ ചുമ്മാതെ നാം ചെയ്യേണ്ടത് ചെയ്യാതെ കുത്തിയിരുന്ന് വിലപിച്ചതുകൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാകത്തില്ല. അതിന്റെ പരിഹാരം, അതിന്റെ മൂലകാരണം പരിഹരിച്ചെങ്കിലേ ഉള്ളൂ നടക്കത്തുള്ളൂ. മൂലകാരണം മനുഷ്യന്റെ പാപ സ്വഭാവമാണ്. ആ പാപ സ്വഭാവത്തിന്റെ കാരണം കൊണ്ടാണ് ഈ ലോകം നിറച്ച് കുറ്റകൃത്യങ്ങൾ നാം കാണുന്നത്. അതുകൊണ്ട് ലോക മനുഷ്യരുടെ കുറ്റങ്ങളും അകൃത്യങ്ങളും ഇതൊക്കെ കണ്ട് നമ്മുടെ മനസ്സ് വിഷമിക്കുമ്പോൾ ആ വിഷമത്തിന്റെ കാരണം കൊണ്ട് തിരുവെഴുത്തിന്റെ വെളിച്ചത്തിൽ അതിന്റെ പരിഹാരമാണ് നാം തേടേണ്ടത്. ആ പരിഹാരമാണ് നാം അവർക്ക് സംഭാവന ചെയ്യേണ്ടത്. പരിഹാരം എന്ത്? സുവിശേഷം, സത്യസുവിശേഷം. കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ രക്ഷ പ്രാപിക്കുക. നിങ്ങൾ പറഞ്ഞെന്നിരിക്കും, ബ്രദർ ഹൗ ക്യാൻ ഐ ഡു ദാറ്റ്? അവരെ എല്ലാം ചെന്ന് കൺവെർട്ട് ചെയ്യാൻ എന്നെ കൊണ്ട് നടക്കത്തില്ലല്ലോ. അതല്ല ദൈവവചനം ആഗ്രഹിക്കുന്നത്. जब हम लोगों के अपराध और कुकर्म को देखते हैं तो हमारे मन में अफसोस होना चाहिए, लेकिन सिर्फ अफसोस करने से और सिर्फ उन बातों की चर्चा से कुछ नहीं होगा, बल्कि हमें ये बात समझनी चाहिए
कि मनुष्य पापी है और इस कारण वो ये करता है, और इसलिए दुनिया में जो कुछ भी अपराध और कुकर्म और भयानक बातें हो रही हैं, उसका हल यह है कि हम उनको प्रभु यीशु के द्वारा जो शुभ संदेश है वो पहुंचाएं। आप कहेंगे कि भैया उन तक मैं कैसे पहुंचूं? उनमें से हर एक तक पहुंचना नहीं है, दुनिया की स्थिति को देखकर हमें कुछ करना है. നമ്മൾ ഈ ഓരോ കുറ്റകൃത്യം ചെയ്യുന്ന ആളുകളുടെ അടുത്ത് ചെന്നവരോട് സുവിശേഷം പറയാൻ സാധിക്കത്തില്ലെങ്കിലും ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് അതിൻ്റെ ഒരു അന്തരീക്ഷം ഈ ലോകത്തിൽ ഉണ്ടെന്നും ആ അന്തരീക്ഷം മാറ്റിയെടുക്കണമെങ്കിൽ സത്യസുവിശേഷം ലോകത്തിൽ വ്യാപിക്കണം എന്ന് മനസ്സിലാക്കി നമ്മിൽ ഓരോരുത്തരെ ദൈവം വെച്ചിരിക്കുന്ന അതാത് സ്ഥലത്ത് സുവിശേഷം പ്രഖ്യാപിക്കണം. അങ്ങനെ കർത്താവ് വിശ്വാസികളെ വെച്ചിരിക്കുന്ന എല്ലാ സ്ഥലത്തും വിശ്വാസികൾ സുവിശേഷം പ്രഖ്യാപിക്കണം. ഈ ജാതികൾ, ഈ പാപികളുടെ ന്യായവിധി, അനുദിന ജീവിതത്തിൽ പാപികളുടെ ന്യായവിധി അത് കണ്ട് വിഷമിച്ച് വിലപിച്ച് അവിടെ നിർത്തരുത്, പരസ്പരം ചർച്ച ചെയ്ത് നിർത്തരുത്. അതിന് പകരം കർത്താവ് ഈ ലോകത്തിൽ ഇത്ര അക്രമവും പാപവും ഉള്ളത്, അതിൽ അടിയന് ഒരു റോളുണ്ട്. അടിയൻ അറിയിക്കാവുന്ന ആളുകളോട് സുവിശേഷം അറിയിച്ചില്ല, എല്ലാവരോടും അറിയിക്കാൻ അറിയിക്കാവുന്നത് ആളുകളോട് പോലും അറിയിച്ചില്ലല്ലോ എന്ന് മനസ്സിലാക്കി നാം നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ സുവിശേഷ പ്രഖ്യാപനത്തിന് വേണ്ടി ശ്രമങ്ങൾ നടത്തണം. जब हम दुनिया में जो अति भयानक अपराध देखते हैं, तब उसको देखकर इस बात को समझें कि इसका एक ही हल है, वे लोग प्रभु के बारे में जाने. हम हर एक अपराधी के पास जाकर उसको नहीं सुना सकते, लेकिन और प्रभु ये चाहते भी नहीं हैं, लेकिन प्रभु चाहते हैं कि हम जहां रहते हैं, हमारे आसपास जो लोग हैं, उनको प्रभु यीशु का जो शुभ संदेश है वो सुना दे. നിങ്ങൾ ചോദിച്ചെന്നിരിക്കും, ബ്രദറെ അതുകൊണ്ട് ലോകം മുഴുവൻ അങ്ങ് മാനസാന്തരപ്പെടുമോ? ഇല്ല, ലോകം മുഴുവൻ മാനസാന്തരപ്പെടത്തില്ല, എന്നാൽ അറ്റ്ലീസ്റ്റ് ചിലരെങ്കിലും മാനസാന്തരപ്പെടും. അത് വേണം നാം മനസ്സിലാക്കേണ്ടത്. ലോകത്തെ മുഴുവൻ മാനസാന്തരപ്പെടുത്തുന്ന അല്ല നമ്മുടെ വിളി. ലോകത്തെ കണ്ട് വിഷമിച്ച് വിലപിച്ച് കർത്താവ് ഇവർക്ക് സുവിശേഷം ആവശ്യമാണല്ലോ എന്ന് മനസ്സിലാക്കി ആ സത്യസുവിശേഷം നമ്മൾക്കറിയിക്കാവുന്ന ആളുകളെ അറിയിക്കുക. അങ്ങനെ എല്ലാവരും ചെയ്തു കഴിഞ്ഞാൽ കർത്താവ് ഈ ലോകത്തെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നടപ്പാകും എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. हम सारी दुनिया को बदल नहीं सकते, लेकिन कम से कम इतना तो कर सकते हैं कि मनुष्य की सबसे बड़ी बीमारी, सबसे बड़ा रोग पाप है, और इसलिए मैं प्रभु यीशु का शुभ संदेश जितने लोगों को सुना सकता हूं, कम से कम उतने लोगों को सुनाऊं. ക്ലോസിംഗിൽ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് യുഗങ്ങളുടെ പരിപാടി, ദൈവത്തിന്റെ യുഗങ്ങളുടെ പ്രവർത്തനം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ കുറച്ച് ചാർട്ട് വരച്ച് ഒരു ചെറിയ ബുക്ക്ലെറ്റ് കമ്പ്യൂട്ടറെ പ്രിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് താല്പര്യമുള്ളവർ എന്നെ അറിയിച്ചാൽ അത് നിങ്ങൾക്ക് അയച്ചു തുടങ്ങാം. തന്നെയല്ല, മലയാളത്തിൽ എത്ര വേണം, ഇംഗ്ലീഷിൽ എത്ര വേണം, ഹിന്ദിയിൽ എത്ര വേണം എന്ന് എനിക്കൊന്ന് അറിയണം. എങ്കിലേ ഈ ഭാഷകളിലൊക്കെ പ്രിന്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പ്രിന്റിങ്, ബൈൻഡിങ് അതൊരു നീണ്ട പ്രോസസ്സാണ്. അതുകൊണ്ട് ദൈവജനം BTI എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ അല്ലെ ഡയറക്ട്ലി എനിക്ക്, BTI ആണെങ്കിൽ അത് അവിടെ കിടക്കും, അതാ എനിക്ക് സൗകര്യം, ഒന്നറിയിക്കണം എന്ന് ഓർപ്പിക്കുന്നു.